പങ്കെടുക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി AP സുനിലുമാണ്. NGO അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ 5 ദിന സത്യാഗ്രഹം ഞങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ആ വിഷയങ്ങളൊന്ന് മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവരുത്താൻ വേണ്ടിയാണ് ഒരു പത്രസമ്മേളനം ഇത്തരത്തിൽ വിളിച്ചത്. ഞങ്ങള് കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ സംഘടനയാണ് കേരള NGO അസോസിയേഷൻ. വിവിധങ്ങളായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിലേക്ക് സമര പരിപാടികളും സമര പരമ്പരകളും ഒക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നടക്കുന്ന സമരത്തില് മാധ്യമങ്ങൾ ഒരല്പ ശ്രദ്ധ കൊടുക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പത്രസമ്മേളനം നടത്തുന്നത്. കേവലം തടഞ്ഞു വയ്ക്കപ്പെട്ട ചില ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയോ മാത്രമുള്ള ഒരു സമര പരിപാടി അല്ല ഇത്. 5 ദിന സത്യാഗ്രഹത്തിൽ തുടങ്ങി ഞങ്ങൾ അതിന്റെ പിറ്റേ ആഴ്ച ഏകദിന ഉപവാസം ജില്ലകളിൽ നടത്തിക്കൊണ്ടും ഓഫീസ് തലങ്ങളിൽ അതിന്റെ തൊട്ടടുത്ത ആഴ്ച പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുകൊണ്ടും അതിനും അടുത്ത ആഴ്ച കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള ഒരു വാഹന ജാഥ സംഘടിപ്പിച്ചുകൊണ്ടും ആ വാഹന ജാഥയുടെ സമാപനത്തോടു കൂടി സെക്രട്ടേറിയറ്റ് വളയൽ സമരം ഉൾപ്പെടെയുള്ള സമര പരിപാടികളും ഞങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡിന് ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ അതിനെ അനുകൂലമായി പ്രതികരിച്ചില്ല എങ്കിൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ നീങ്ങുന്ന ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അത് രാഷ്ട്രീയമായ ഒരു തീരുമാനമല്ല. വളരെ കൃത്യമായി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ചില ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയോ നഷ്ടപ്പെടുത്തുകയോ അല്ല. 10 കൊല്ലമായി ഇവിടെ ഭരിക്കുന്ന ഈ സർക്കാർ, ഞങ്ങൾ ഇതിനകത്ത് ആ നോട്ടീസിൽ തന്നെ ഒരു വാചകം നിങ്ങൾ ഉയർത്തിയിട്ടുണ്ട്, സ്റ്റോപ്പ് ഓർഗനൈസ്ഡ് ലൂട്ട് എന്ന. മുമ്പ് നോട്ട് നിരോധനം നടത്തിയപ്പോൾ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞതാണ് ആ വാക്ക. അതിനകത്ത് മൻമോഹൻ സിംഗ് പറഞ്ഞ വാക്ക് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്ന്. അപ്പൊ ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഫസ്റ്റ് ഡിമാൻഡ് ക്ഷാമബദ്ധയാണ്. ആ ക്ഷാമബദ്ധ ഇവിടെ ഞങ്ങൾക്ക് നിഷേധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ലീഗലൈസ്ഡ് പ്ലണ്ടറിലൂടെയാണ്. അതായത് 1975 മുതൽ കേരളത്തിലെ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ കേന്ദ്ര നിരക്കിൽ ലഭിച്ചു വന്നു. 50 കൊല്ലമായി കേന്ദ്ര നിരക്കിൽ ലഭിച്ചു വരുന്ന ആ ക്ഷാമബദ്ധ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 2021 മുതൽ ഞങ്ങൾക്ക് ക്ഷാമബദ്ധ നൽകുന്നത് ഒരു 39 മാസം, 40 മാസം, 37 മാസം വൈകിട്ട് ആ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. പ്രഖ്യാപിക്കുന്നതിന്റെ അന്ന് മുതൽ മാത്രം ക്ഷാമബദ്ധ തരുന്നു. ലീഗലൈസ്ഡ് ലൂട്ടാണ്. അതായത് നിയമപരമായി ക്ഷാമബദ്ധ പ്രഖ്യാപിക്കുന്നു, പക്ഷെ 39 മാസം അവിടെ ഞങ്ങൾക്ക് കേന്ദ്ര നിരക്കിലുള്ള ക്ഷാമബദ്ധ തരുന്നില്ല. അതിവിടെ IAS IPS കൃത്യമായി കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെ ഉള്ള ക്ഷാമബദ്ധ നിഷേധിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇനിയും ഈ മാസം ജനുവരി തുടങ്ങി 6 ഗഡു ക്ഷാമബദ്ധ വീണ്ടും കുടിശ്ശികയായിരിക്കും. അപ്പം ലഭിച്ച 5 ഗഡു കുടിശ്ശികയിൽ 187 മാസത്തെ കുടിശ്ശിക തുക തന്നില്ല. അത് നിയമപരമായി അവർ പിടിച്ചെടുത്തിരിക്കുന്നു. അതിലൂടെ 17,700 കോടി രൂപ ജീവനക്കാരിൽ നിന്നും ഈ ഗവൺമെന്റ് പിടിച്ചെടുത്തു. അതൊരു കൊള്ള എന്ന് ഞങ്ങൾ തുറന്നു പറയും. ഒരു കൊള്ള തന്നെയാണ്. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരന് 1,27,000 രൂപ നഷ്ടമാണ്. അപ്പൊ ശരാശരി നോക്കുമ്പോൾ 17,700 കോടി രൂപ ഗവൺമെന്റ് പിടിച്ചെടുക്കുന്നു. രണ്ടാമത് ക്ഷാമബദ്ധ എന്ന് പറയുന്നത് കൃത്യമായി ശമ്പളത്തിനോടൊപ്പമുള്ളതാണ് ക്ഷാമബദ്ധ. ആ ക്ഷാമബദ്ധ തരുന്നില്ല. അത് കൃത്യമായി ഒരു 6 ഗഡു ക്ഷാമബദ്ധ ഇപ്പോഴും കുടിശ്ശികയാക്കുകയാണ്. 6 ഗഡു ക്ഷാമബദ്ധം എന്ന് പറഞ്ഞാൽ ശരാശരി ഞങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ 20%, 20% വരും. അപ്പൊ 20% ശമ്പളം ഓരോ മാസവും കുറച്ചാണ് തരുന്നത്. അത് 5 മാസമാകുമ്പോൾ 1 മാസം ശമ്പളം തരാതിരിക്കുന്നതിന് തുല്യമാണ്. അതായത് ഈ ലീഗലൈസ്ഡ് പ്ലണ്ടർ എന്നുള്ള നിലയിൽ പിടിച്ചെടുക്കും. അതാണ് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. പിന്നെ ശമ്പള പരിഷ്കരണം. ഇപ്പൊ അടുത്ത ശമ്പള പരിഷ്കരണം DU ആയിട്ട് 2024 ജൂലൈ 1 മുതൽ തരേണ്ടതാണ്. ഇത് 2026 ജനുവരി ആയിട്ടും
ശമ്പള കമ്മീഷനെ പോലും പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോ അതിനകത്ത് ശമ്പള പരിഷ്കരണം 11ാം ശമ്പള പരിഷ്കരണം തന്നത് ഈ ഗവൺമെന്റാണ്, പിണറായിയുടെ 1ാം ഗവൺമെന്റാ തന്നത്. ആ ശമ്പള പരിഷ്കരണത്തിൽ ഞങ്ങൾക്ക് തന്നത് ശമ്പള പരിഷ്കരണത്തിൽ എല്ലാ കാലവും തരുന്ന വെയിറ്റേജ്, സർവീസ് വെയിറ്റേജ്, ആ സർവീസ് വെയിറ്റേജ് തന്നിട്ടില്ല. സർവീസ് വെയിറ്റേജ് തരാത്തത് കൊണ്ട് വെറും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് മാത്രമാണ് ആ ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടായിരുന്നത്. ആ ശമ്പള 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് വന്നിട്ട് അത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയതിനു ശേഷം 20% DA തരുന്നില്ല. അപ്പൊ ഫലത്തിൽ 10% ശമ്പള വർധനവ് തന്നിട്ട് 20% പിടിച്ചെടുക്കുന്നു. ശമ്പള പരിഷ്കരണമല്ല, അത് ശമ്പള ശോഷണമാണെന്ന് ഞങ്ങൾ പറയുന്നത്. ഇതൊക്കെ ഗവൺമെന്റിന്റെ ഒരു ഓർഗനൈസ്ഡ് കൊള്ള, ലൂട്ട് എന്ന് തന്നെയാണ് അതിനകത്ത് പറയാനുള്ളത്. ആ ലെവലിലാണ് അതിനകത്ത് ശമ്പള പരിഷ്കരണം കൊണ്ട്. പിന്നെ കൊണ്ടുവന്ന മെഡിസെപ്പ് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. മെഡിസെപ്പ് എന്ന് പറഞ്ഞാൽ 1960 മെഡിക്കൽ അറ്റൻഡൻസ് റൂൾ അനുസരിച്ച് സർക്കാർ ജീവനക്കാരന് ആരോഗ്യ പരിരക്ഷ സർക്കാരിന്റെ ബാധ്യതയാണ്. അത് ചെയ്യുന്നതിൽ നിന്നും ഈ ഗവൺമെന്റ് പുറകിലോട്ട് പോയി. മാത്രമല്ല, അതിന് മെഡിസെപ്പ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി, ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളിൽ നിന്ന് മാത്രം വിഹിതം വാങ്ങി അത് ഓറിയന്റൽ ഇൻഷുറൻസ് കമ്പനി കൊടുക്കുകയും അതിനൊരു വിഹിതം, അതിനൊരു 40 കോടി രൂപ ഗവൺമെന്റ് അടിച്ചു മാറ്റുന്നു എന്ന് തന്നെ പറയുന്നു. ആ ഗവൺമെന്റ് അതിൽ നിന്നും അധികം വാങ്ങുന്നു ഞങ്ങൾ. അത് മാത്രമല്ല, ഇന്നലെ വരെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റും പലിശരഹിത വായ്പയും ഫ്രീ ആയി ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ഇന്ന് അത് വേറൊരു ഏജൻസി വഴി തരികയും ഞങ്ങളിൽ നിന്ന് വിഹിതം വാങ്ങുകയും അതിനൊപ്പം ഒരു 9% GST തുക കൂടെ ഈ മെഡിസെപ്പ് ഏർപ്പെടുത്തിയതിലൂടെ സർക്കാരിന് ലാഭം ഉണ്ടാക്കുന്നു. അതിനും അപ്പുറത്തേക്ക് 240 കോടി രൂപയോളം എല്ലാ വർഷവും ബഡ്ജറ്റിൽ മാറ്റിവെക്കുന്ന തുക മാറ്റിവെക്കാതെ ഇരിക്കുന്നു. അപ്പൊ അങ്ങനെ മെഡിസെപ്പിലും ഒരു കൃത്യമായ ഒരു കൊള്ളയാണ് ഇതിനകത്ത് നടക്കുന്നത്. പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നത് പിൻവലിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അത് പിൻവലിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പൊ പങ്കാളിത്ത പെൻഷൻകാരെ പണയപ്പെടുത്തിക്കൊണ്ട് ഏകദേശം 7,720 കോടി രൂപ കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കുന്ന സാഹചര്യത്തിലാണ് പങ്കാളിത്ത പെൻഷൻ എത്തിയത്. ഇപ്പൊ ആശ്രിത നിയമനം നടക്കണമെങ്കിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ആശ്രിതമായിട്ട് പരിഗണിക്കില്ല. ഇതാണ് ആശ്രിത നിയമനത്തിന്റെ ഒരു ഗവൺമെന്റ് ഒരു സമീപനം. അവസാനം ഇറക്കിയ ഒരു ഉത്തരവ് നിങ്ങൾക്കറിയാം. നമ്മളെ സർക്കാർ സർവീസിലുള്ളവരുടെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലോൺ എടുക്കാൻ ഒരു സാലറി സർട്ടിഫിക്കറ്റാണ്. ഞങ്ങൾ സ്വയം സാലറി ലോൺ എടുക്കുകയും ഞങ്ങളുടെ ബന്ധുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും സാലറി സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ചെയ്യുമ്പോൾ റിക്കവറി ഒക്കെ വരുന്നത് സ്വാഭാവികമാണ്. വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സമയത്താണ് റിക്കവറി വരുന്നത്. ആ റിക്കവറി ഇന്നലെ വരെ ബാങ്കുകൾക്ക് പിടിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോ ആ റിക്കവറി പിടിക്കുന്നുവെങ്കിൽ ആ പിടിക്കുന്ന റിക്കവറിക്കും 2% കമ്മീഷൻ വാങ്ങുന്ന ഒരു ഉത്തരവ് കൂടെ ഈ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ വളരെ മോശമായ രീതിയിൽ, അത് മാത്രമല്ല ഇതിനെ ഈ സിവിൽ സർവീസിനെ ഡൗൺ സൈസ് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി ഈ പിൻവാതിൽ നിയമനങ്ങൾ, കരാർ നിയമനങ്ങൾ ഇതൊക്കെ വ്യാപകമായി നടത്തുന്നുണ്ട്. പിന്നെ ഞങ്ങളെ CT കോമ്പൻസേറ്റീവ് അലവൻസ് ഈ ഗവൺമെന്റ് നിർത്തലാക്കി. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് നേരത്തെ ഉണ്ടായിരുന്നു, അത് നിർത്തലാക്കി. ഇങ്ങനെ ഉണ്ടായിരുന്ന ആനുകൂല്യങ്ങൾ, ക്ലാസ് 4 ജീവനക്കാർക്ക് 10% പ്രൊമോഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് അട്ടിമറിക്കപ്പെടുന്നു. എല്ലാ മേഖലയിലും കേരളത്തിലെ സിവിൽ സർവീസിനെ തകർക്കുന്ന ഒരു സമീപനവുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതിനെതിരെയുള്ള ശക്തമായ ക്യാമ്പയിൻ, ശക്തമായ സമര പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇതിപ്പം പഞ്ചദിന സത്യാഗ്രഹത്തിന് വേണ്ടി തുടങ്ങിയതല്ല. കഴിഞ്ഞ ഒക്ടോബർ 15, 16 രാപ്പകൽ സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തി. അത് കഴിഞ്ഞ് നവംബർ 18-ാം തീയതി ലോങ് മാർച്ച് എല്ലാ ജില്ലകളിലും നടത്തി. ഒരു തുടർ സമര പരിപാടിക്ക് വീണ്ടും ഒരു ആക്കം കൂട്ടുന്ന ഈ പഞ്ചദിന സത്യാഗ്രഹം